जाओ, निकल जाओ, इस लॉट नीचे से निकल जाओ, ठीक है। और जो वो घुसा हुआ है मेलोडी के अंदर, निकल जाओ उसके बाहर से बहन। जिसमें एक महिला कह रही थी कि त्याग पत्र नहीं देते, പ്രത്യേകിച്ച് മോഹൻ ഭാഗവതൊക്കെ റിട്ടയർ ചെയ്ത് പോകേണ്ട കാലം കഴിഞ്ഞു. മോഹൻ ഭാഗവത് റിട്ടയർ ചെയ്യണം, അദ്ദേഹത്തിനൊന്നും പോരാ. RSS എത്രത്തോളം മോഡിയുടെ കാലിൽ നിൽക്കുന്ന ആൾക്കാരെ മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക ഉദാഹരണമാണ് ഇതൊക്കെ. നമസ്കാരം, ഞാൻ ജയകുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എലിൻ പെയിൻ മലയാളം. TG മോഹൻദാസ് RSS സൈദ്ധാന്തികൻ എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ RSSൻ്റെ ഒരു വക്താവ് എന്ന് പറയപ്പെടുന്ന TG മോഹൻദാസ് അറസ്റ്റിലേക്ക് പോവുകയാണ്. അറസ്റ്റിനെയും നടന്നിട്ടില്ല, പക്ഷേ അറസ്റ്റിലേക്ക് പോവുകയാണ്. റീസെൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ചില എന്താ പറയുക ഭയാനകമായിട്ടുള്ള ചില പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയെന്നും അത് കലാപ ആഹ്വാനത്തിനുള്ള ഒരു പ്രസ്താവനയാണ് എന്നുള്ള പേരിൽ അദ്ദേഹത്തിനെതിരെ നോൺ ബെയിലബിൾ ഒഫൻസ് ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുകയാണ്. കംപ്ലൈൻറ്റ് 2 ദിവസത്തിന് മുന്നേ വന്നിരുന്നുവെങ്കിലും 2 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. മേ ബി അദ്ദേഹം RSS സിദ്ധാന്തകനായതുകൊണ്ടും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്വയം അഡ്വക്കേറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ടായിരിക്കാം പോലീസ് കുറച്ചുകൂടി മുൻകരുതലോടെ 2 ദിവസം കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ച് ഇത് ചുമത്താമോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് ഒരു തീരുമാനത്തിലെത്തി. ഇപ്പോൾ നോൺ ബെയിലബിൾ ഒഫൻസസ് അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തിയിരിക്കുകയാണ്. അറസ്റ്റ് നടന്നിട്ടില്ല, അറസ്റ്റ് നടക്കുകയായിരിക്കും. അദ്ദേഹം ഒരു മുതിർന്ന ഒരു RSSൻ്റെ ഒരു വക്താവാണ്, RSSന് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ഫാർ റൈറ്റ് വിങ്ങറാണ്. സോ അദ്ദേഹത്തിനെതിരെ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു അക്യൂസേഷൻ ആദ്യം കൊണ്ടുവന്നത് മീഡിയ വണ്ണാണ്. സോ ആസ് വി നോ, മീഡിയ വൺ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളേർഡ് ചാനലാണ്. ഒബ്വിയസ്ലി ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിനോട്, അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന, ഹമാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇസ്ലാമിക് മീഡിയയാണ്. അതെല്ലാവർക്കും അറിയാം. അവരാണ് ഈ കാര്യം ആദ്യമായിട്ട് കുത്തിപ്പൊക്കി വന്നത്. ഇതിനെക്കുറിച്ച് TG സംസാരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ചാനലുകളിൽ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ TG ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ കൊടുക്കുന്ന സമയത്ത്, അത് ഈ കേസ് വന്നതിന് ശേഷം റിയാക്ഷൻ കൊടുക്കുന്ന സമയത്ത്, ഇതിപ്പോൾ ഈ കേസ് കൊടുത്തിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇതിനെ കുറ്റം പറയുന്ന ആൾക്കാരോ 90% അല്ലെങ്കിൽ മിക്കവരും ഇത് എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ആരോ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടായിരിക്കും അവരത് സംസാരിക്കുക. അതുകൊണ്ട് അതിനെക്കുറിച്ച് താൻ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഖേദിക്കുന്നില്ല എന്നുള്ള രീതിക്കാണ് TG പറഞ്ഞത്. ഈ പറയുന്ന ഞാൻ പോലും ഈ പ്രസ്തുത വീഡിയോ കണ്ടിട്ടില്ല. ഞാനത് കാണാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലെല്ലാം പോയി തപ്പി നോക്കി. അവിടെ ഈ പറയുന്ന വീഡിയോ ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇതിന് മുന്നിലുള്ള CJP പ്രൊട്ടസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോസും ബാക്കിയുള്ള എല്ലാ വീഡിയോസും അതിൽ അവിടെ തന്നെ ഉണ്ട്. ഒന്നും ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്താണോ അല്ലെങ്കിൽ റിമൂവ് ചെയ്താണോ, പോലീസ് തന്നെ അത് റിമൂവ് ചെയ്യിപ്പിച്ചതാണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ ആ വീഡിയോ അവൈലബിൾ അല്ല. സോ അതിൽ എക്സാക്ട് കണ്ടന്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ല. എന്നിരിക്കെ TG മോഹൻദാസ് ഈ കാര്യങ്ങൾ പറയുമോ, TG മോഹൻദാസിന് കിട്ടിയ സപ്പോർട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഈ വേവ് എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. TG മോഹൻദാസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയും. കാരണം അദ്ദേഹം ഒരു ബോൾഡായിട്ടുള്ള ഒരു എന്താ പറയുക നട്ടലുള്ള ഒരു റൈറ്റ് വിങ്ങറാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇത്രയും ഈ വയസ്സായ കാലത്ത് പോലും അദ്ദേഹം ഇത്രയും ബോൾഡായിട്ട് തൻ്റെ റൈറ്റ് വിങ് എന്താ പറയുക പെർസ്പെക്റ്റീവ് മുന്നിൽ വെക്കുന്നതിൽ അദ്ദേഹം ഒരിക്കലും പിന്നിൽ പോയിട്ടില്ല. ഈസ് എ ബോൾഡ് റൈറ്റ് വിങ്ങർ. ആ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് ബഹുമാനമുണ്ട്. എന്നെപ്പോലെ റൈറ്റ് വിങ്ങിനെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതലായി സഞ്ചരിക്കുന്ന ഹിന്ദു നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് TG എപ്പോഴും ഒരു എന്താ പറയുക ഈസ് എ റോൾ മോഡൽ. ഇത്രയും ബോൾഡായിട്ട് നിൽക്കണം എന്നുള്ള കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. നമ്മൾ പറയുന്ന സിദ്ധാന്തം അത് ശരിയോ തെറ്റോ എന്നുള്ളതിനുപരി നമ്മൾ പറയുന്ന സിദ്ധാന്തത്തിൽ നമ്മൾ എത്രത്തോളം തെളിവായിരിക്കുന്നു, അതിലെത്രത്തോളം നമ്മൾ എന്താ പറയുക ബോൾഡായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഇസ്ലാമിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ തിങ്കർ ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊളിറ്റിക്കൽ തിങ്കർ ആവാം, കോൺഗ്രസ്സുകാരനാവാം, അല്ലെങ്കിൽ BJP കാരനാവാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അത് നിങ്ങളുടെ ആവശ്യങ്ങൾ, പിന്നെ നിങ്ങളുടെ എന്താ പറയുക പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളം ബോൾഡായിരിക്കുന്നു, എത്രത്തോളം നിങ്ങൾ ക്ലിയർ ആയിരിക്കുന്നു, നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, എത്രത്തോളം നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അതാണ് ഇമ്പോർട്ടൻറ്റ്. ആ കാര്യത്തിൽ TG ഈസ് കംപ്ലീറ്റ്ലി എ റോൾ മോഡൽ ടു ഫാർ റൈറ്റ് വിങ്ങേഴ്സ്. സോ
സോ ടി ജി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയും. ഈ വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള കുട്ടികൾ എങ്ങനത്തെയാണ് എന്നുള്ള ഒരു തൻ്റെ പേഴ്സ്പെക്റ്റീവ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വെച്ചിട്ടുണ്ടാവും. ഈസ് എ ബോൾഡ് പേഴ്സൺ, തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. അത് എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്ന് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇതിന് മുന്നിലുള്ള ഒരു വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ പത്രിക എന്നുള്ള ചാനലിൽ അവൈലബിൾ ആണ്. സ്റ്റുഡൻസ് ആയാൽ തല്ലിയാൽ എന്താ എന്നുള്ളൊരു വീഡിയോ വരണമുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കും. അദ്ദേഹം ഓപ്പണായി പറയുന്നുണ്ട്, സ്റ്റുഡൻസ് ആയാൽ എന്തുകൊണ്ട് തല്ലാൻ പാടില്ല, സ്റ്റുഡൻസ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് തല്ലാൻ പാടില്ല, പോലീസിന് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ സമരക്കാരാണ്, അവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ളതെല്ലാം രണ്ടാമത് കാര്യങ്ങളാണ്. സമരക്കാർ എന്താ പറയുക, വയലൻസിലേക്ക് പോവുകയാണെങ്കിൽ അവരെ തടയുക എന്നുള്ളത് പോലീസിൻ്റെ ജോലിയാണ്. അവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. യൂണിഫോമിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ പേനയും പെൻസിലെടുത്ത് പോയതുകൊണ്ടോ പൂക്കളെടുത്ത് പോയതുകൊണ്ടോ ഒന്നും നിങ്ങൾ നല്ലവരാകുകയോ അല്ലെങ്കിൽ സമരക്കാരല്ലാതാകുകയില്ല. സമരം ചെയ്തു അത് വയലൻസിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തടയാനും തിരിച്ച് ഫോഴ്സ് ഉപയോഗിക്കാനും പോലീസിന് എല്ലാ വിധത്തിലും അധികാരമുണ്ട്. അത് ബോൾഡായിട്ടും ക്ലീനായിട്ടും ടി ജി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ അങ്ങനെ പറഞ്ഞ ഒരാൾ ഇത് പറയില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം പറഞ്ഞ ടോൺ എന്തായിരിക്കും എന്ന് ഉള്ള കാര്യത്തിൽ എനിക്കൊരു അനുമാനമുണ്ട്. കാരണം ടി ജിയുടെ വീഡിയോസ് എല്ലാം കാണുന്ന ഒരാളാണ് എന്നുള്ളതുകൊണ്ട് ടി ജി ഉദ്ദേശിച്ചത് ഇത്ര തന്നെയായിരിക്കും. ഞാനാണ് അവിടെ പ്രധാനമന്ത്രിയെങ്കിൽ, അതായത് ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ അമിത്ഷായുടെ ഒരു ഹാൻഡ്ലിങ് തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ ടി ജി ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇങ്ങനെയല്ല ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് തന്നെയാണ് പല റൈറ്റ് വിങ്ങേഴ്സിൻ്റെയും എന്താ പറയുക ആവശ്യവും അവരുടെ ഒപ്പീനിയൻ അത് തന്നെയാണ്. നിങ്ങൾ മലയാളം ചാനൽസിലെ ഈ ഹലാല ചാനലുകളും അല്ലെങ്കിൽ എന്താ പറയുക കമ്മി ചാനലുകളും മാത്രം കണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും മനസ്സിലാവില്ല. നിങ്ങൾ ഹിന്ദി ചാനൽസ്, അവിടെയുള്ള അജിത് ഭാരതി പോലെയുള്ള റൈറ്റ് വിങ് സപ്പോർട്ടേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോസൊക്കെ കാണിക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഇത് എത്രത്തോളം ബാക്ക് ഫയർ ചെയ്ത് വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് മോഡി ഈ CJP പ്രൊട്ടസ്റ്റിനെ ഹാൻഡിൽ ചെയ്തത് എത്രത്തോളം മോഡിക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം, എത്രത്തോളം BJP-ക്കാരത് മെഴുകാൻ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടുത്തെ എന്താ പറയുക റൈറ്റ് വിങ്ങേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കും. മോഡിയെ മെഴുകാനാണ് ശ്രമിക്കുന്നത്. അവർക്ക് ആർക്കും, അതായത് പ്രധാൻ റിസൈൻ ചെയ്തതിൽ ആർക്കും എതിർപ്പില്ല, പ്രധാൻ റിസൈൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഈ പ്രൊട്ടസ്റ്റിനെ മോഡി ഹാൻഡിൽ ചെയ്ത വിധം, ഈ പ്രൊട്ടസ്റ്റുമായിട്ട് സന്ധി ചെയ്ത വിധം, അവർക്ക് വലിയൊരു സ്പേസ് കൊടുത്ത വിധം, ഇതൊന്നും അവിടെയുള്ള റൈറ്റ് വിങ്ങേഴ്സിനോ RSSൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മെമ്പേഴ്സിനോ ആർക്കും ഇഷ്ടമല്ല. ഒരു തരത്തിൽ മോഡിക്കെതിരായിട്ടുള്ള ഒരു പടയൊരുക്കം അവിടെ ഉള്ളിൽ നടന്നുകൊണ്ട് വരികയാണ്. അതിപ്പോൾ മുതലല്ല, കഴിഞ്ഞ 1.5 വർഷമായിട്ട് മോഡിക്കെതിരെ നല്ല പടയൊരുക്കമുണ്ട്. അത് കഴിഞ്ഞ ഇലക്ഷനിലും മോഡി കണ്ടു തന്നെയാണ്. ഇപ്പോൾ അത് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്ത് വരികയാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. സോ ടി ജിയും അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ CJP പ്രൊട്ടസ്റ്റ് സംബന്ധിച്ചുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് മൈന്യൂട്ടായിട്ട് നോക്കുകയാണെങ്കിൽ ടി ജിയും അത് തന്നെയാണ് പറയുന്നത്. ഈ പ്രൊട്ടസ്റ്റിനെ ഹാൻഡിൽ ചെയ്ത വിധം ശരിയല്ല. അതായത് സ്റ്റുഡൻസിനോട് പെരുമാറിയ വിധമല്ല ഉദ്ദേശിക്കുന്നത്. അതിലുള്ള വയലൻസ് ഇൻവോക്ക് ചെയ്ത, വയലൻസ് ഇൻസൈറ്റ് ചെയ്ത, വയലൻസിനെ കയ്യിലെടുത്ത ക്രിമിനൽസിനെ ഈ ഗവൺമെൻറ് ഹാൻഡിൽ ചെയ്ത വിധം ശരിയല്ല എന്നാണ് ടി ജി പറഞ്ഞത്. അതായിരിക്കും ടി ജി പറഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ടി ജിയുടെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. ഈ കലാപ ആഹ്വാനം ചെയ്ത് അവിടെ അത്രത്തോളം വയലൻസ് ക്രിയേറ്റ് ചെയ്ത ആ ഗുണ്ടകളെ ഇങ്ങനെയല്ല നേരിടേണ്ടത്, ഞാനായിരുന്നുവെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലുമായിരുന്നു. 2 പേർ ചത്തു വീണിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെയുള്ള വയലൻസ് ഇൻസൈറ്റ് ചെയ്യുന്ന എല്ലാവരും അവിടെ നിന്ന് പോയിട്ടുണ്ടാവും എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അദ്ദേഹം അങ്ങനെ പറയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ അടുത്ത കാര്യം പറയുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള മോശം പരാമർശം നടത്തി ഏഷ്യനെറ്റ്, പിന്നെ എന്താ പറയുക News 24 ഒക്കെ തിളയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക സ്വന്തം വീട്ടിൽ എന്തൊക്കെയോ സംഭവിച്ച പോലെയൊക്കെയാണ് ഏഷ്യനെറ്റ് തിളയ്ക്കുന്നത്. ഈ പറയുന്ന ഏഷ്യനെറ്റ് 30 ദിവസം അവിടെ നിരാഹാരം കിടന്ന ഒരു മനുഷ്യനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ അവർക്ക് എന്താ പറയുക സ്റ്റുഡൻസിൻ്റെ മേലെ അങ്ങനെ സ്നേഹം നുരച്ചു പൊങ്ങി ഇറങ്ങുകയാണ്. ഈ സ്റ്റുഡൻസ് എല്ലാം അവിടെ 30 ദിവസം സമരം ചെയ്തപ്പോൾ ഒരൊറ്റ നാറി പോലും, ഈ പറയുന്ന ഒരൊറ്റ നാറികൾ പോലും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ അതേ പ്രൊട്ടസ്റ്റിൽ മോഡിയുടെ എന്താ പറയുക ലിംഗത്തിൻ്റെ സൈസ് എണ്ണി നോക്കിയ പെൺകുട്ടികൾ വരെ എവിടെയുണ്ട്. ഞാൻ വീഡിയോ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കാം. जिसमें एक महिला कह रही थी कि त्यागपत्र नहीं देते. അങ്ങനെ പറയുന്ന പെൺകുട്ടികൾ തെറ്റായ വാക്കുപയോഗിക്കുന്ന മോഡിയുടെ അമ്മയെ ചോദ് എന്ന് വിളിക്കുന്ന സ്ത്രീകൾ, അതായത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് തരേണ്ട ആവശ്യമില്ലല്ലോ, MF എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്.
അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്രയും മോശം വാക്കുകളുടെ അദ്ദേഹത്തിന് മെലോനിയുടെ എന്താ പറയുക, പറയാൻ പാടില്ല എന്നും പറയാം, മെലോനിയുടെ പാല് കുടിക്കുന്ന ആളാണ് എന്നുള്ള രീതിക്ക് വരെ മൂടിയ പച്ചയ്ക്ക് പറഞ്ഞ വൃത്തികെട്ട എന്താ പറയുക നികൃഷ്ട ജീവികൾ ആ പ്രൊട്ടസ്റ്റിലുണ്ടായിരുന്നു. जाओ निकल जाओ, इस लॉट नीचे से निकल जाओ, ठीक है। और जो घुसा हुआ है मेलोडी के अंदर निकल जाओ, उसके बाहर से बहन के അവർക്ക് നിങ്ങൾ എങ്ങനെ സ്റ്റുഡൻസ് ആണെന്ന് വിളിക്കുക? ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഏഷ്യാനെറ്റോ ഈ പറയുന്ന ലെഫ്റ്റ് വിങ്ങർ എന്താ പറയുക മാമാ പ്രവർത്തകരാരും പറഞ്ഞു തരില്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് ഇപ്പം ഈ TG പറയുന്ന കാര്യങ്ങൾ എത്ര വലുതായിട്ട് തോന്നണമെങ്കിൽ അവിടെയുള്ള ഈ എന്താ പറയുക പ്രൊട്ടസ്റ്റൻസ് എന്ന പേരിൽ വന്ന ഗുണ്ടകൾ അല്ലെങ്കിൽ ചീപ്പ് കോക്രോച്ചുകൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടി എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും അവർക്ക് പറയാൻ നാക്ക് എണീക്കുകയോ അല്ലെങ്കിൽ നട്ടിൽ നിവരുകയോ ചെയ്യില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി TG സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. സോ ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് TG അവിടെ എന്താ പറയുക അങ്ങനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള കാര്യം പറയുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആൾക്കാരുടെ പോലും മൊബൈൽ ഫോൺസ് പലതും മോഷണം പോയിട്ടുണ്ട്. പല കേസുകളിലും ബലാത്സംഗ കേസിൽ പോലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്രിമിനൽസ് ആ പ്രൊട്ടസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നായിരുന്നു TG ചോദിച്ചത്. സോ TG അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ എന്ന് കേട്ടാൽ TG ഉറപ്പായിട്ടും ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ വസ്തുത ഇങ്ങനെയായിരിക്കും. അവിടെയുള്ള ക്രിമിനൽസിനെയാണ് TG പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത് ഇതിൽ BJPയുടെയും RSSൻ്റെയും സപ്പോർട്ട്. RSSും BJPയും എന്താ പറയുക മോഡിയുടെ കാല് നിൽക്കുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് മാറി വരുന്നു എന്നുള്ള ഒരു തോന്നൽ എനിക്ക് തന്നെ ഒരു ഫാർ റൈറ്റ് വിങ്ങറായിട്ടുള്ള അല്ലെങ്കിൽ മോഡി BJP സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. സുബ്രഹ്മണ്യം സ്വാമി മോഡിയെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞപ്പോഴും ഞാനെന്താ അതൊന്നും വലിയ കാര്യമാക്കി എടുത്തിരുന്നില്ല. അത് സുബ്രഹ്മണ്യം സ്വാമി പോലെയുള്ള ഒരാളുടെ ഒരു അസൂയാണെന്ന് എനിക്ക് ആദ്യം തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നടന്നു വരുന്ന കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് BJP മാത്രമല്ല, BJP അങ്ങനെ ഒരു പാർട്ടി ആവുന്നതിൽ നമുക്ക് അതിശയം തോന്നില്ല. കാരണം ഇത് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. സോ അവരൊരു നേതാവിന് താഴെ അങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കുക എന്നുള്ളത് വലിയ കാര്യമല്ല. പക്ഷേ RSS പോലെയുള്ള ഒരു വെരി റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹിന്ദു നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്, അതും സവർക്കർ പോലെയുള്ള ആൾക്കാരെല്ലാം എന്താ പറയുക തലപ്പത്തിരുന്ന ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ അധപ്പതിച്ച് പോവുക എന്നുള്ളത്, പ്രത്യേകിച്ച് മോഹൻ ഭാഗവതൊക്കെ റിട്ടയർ ചെയ്ത് പോകേണ്ട കാലം കഴിഞ്ഞു. മോഹൻ ഭാഗവത് റിട്ടയർ ചെയ്യണം, അദ്ദേഹത്തിനൊന്നും പോരാ. RSSനെ ഈ നിലയ്ക്ക് തരം താഴ്ത്തി തന്നെ മോഹൻ ഭാഗവത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു RSSകാരനൊന്നുമല്ല, എനിക്ക് RSSമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനൊരു റൈറ്റ് വിങ്ങറാണ്, അത്രയേ ഉള്ളൂ. RSSനോട് എനിക്ക് ഉണ്ടായിരുന്ന ബഹുമാനം ഇപ്പോൾ മോഹൻ ഭാഗവത് കാരണം ഇല്ലാതായി. പ്രത്യേകിച്ച് കേരളത്തിലെ ഈ RSSകാരനൊക്കെ ചേർന്ന് TGയെ പുറന്തള്ളിക്കൊണ്ട് ഞങ്ങൾക്കും ഇതിനും ബന്ധമില്ല എന്നൊക്കെ സംസാരിക്കുന്നത് RSS എത്രത്തോളം മോഡിയുടെ കാലിൽ നിൽക്കുന്ന ആൾക്കാരെ മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക ഉദാഹരണമാണ് ഇതൊക്കെ. വെറുതെയല്ല കേരളത്തിൽ BJP ഒരിക്കലും ഗുണം പിടിക്കാത്തതും നന്നാകാത്തതും സീറ്റ് കിട്ടാത്തതും. കാരണം ഇങ്ങനെയുള്ള ചപ്പന്മാരൊക്കെയാണ് ഈ തലപ്പത്തിരിക്കുന്നത്. നട്ടലിലൂടെ ആദ്യം ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് പറയാനും ഞങ്ങൾ റൈറ്റ് വിങ്ങേഴ്സ് ആണെന്ന് പറയാനും നട്ടല് കാണിക്കുന്ന സമയത്ത് ഹിന്ദുക്കൾ ബാക്കിൽ നിൽക്കുകയുള്ളൂ. തോന്നുമ്പോഴൊക്കെ എന്താ പറയുക തോന്നിയ പോലെ സംസാരിക്കുന്ന ഇവരെ പോലെയുള്ളവനൊക്കെയാണ് ഹിന്ദുക്കളുടെ എന്താ പറയുക വക്താക്കളായിട്ട് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി പോരാടാൻ വരുന്നവനെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ന്യൂട്രലായിട്ടുള്ള ഹിന്ദുക്കൾ വോട്ട് ചെയ്യില്ല. TG ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കൂടെ നിന്നിട്ടുണ്ടാവണം. ഇപ്പം നുപുർ ശർമ്മയെ പോലുള്ള ഒരാളുടെ പിന്നാലെ നിങ്ങൾ എന്ത് ചെയ്തു അതേ തന്നെയാണ് ഇപ്പോൾ TGക്കും ചെയ്യുന്നത്. BJPയുടെ RSSൻ്റെ ഇപ്പോഴത്തുള്ള അവസ്ഥ ഇത്രയും അധപ്പതിച്ച് പോയി തന്നെയാണ് അതിൻ്റെ ഫെയിലിയറിനും കാരണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പിന്നാലെ നടന്ന് ഒരാളൊരു കാര്യങ്ങൾ പഠിച്ചെടുത്ത് അതിനെക്കുറിച്ച് ശക്തമായിട്ട് പ്രതികരിക്കുന്ന സമയത്ത് അയാളുടെ പിന്നാലെ നിൽക്കാൻ ഈ ഓർഗനൈസേഷന് ബാധ്യതയുണ്ട്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിരിക്കണം. അത് വിട്ടിട്ട് നുപുർ ശർമ്മയെ നിങ്ങൾ ഇത്രയും കൊല്ലം എന്താ പറയുക അടിയിരുത്തിപ്പിച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ TGക്കെതിരായി സംസാരിക്കുന്നു. BJP സ്വയം ഡിസ്റ്റൻറ്റ് ചെയ്യുന്നു, RSS ഓപ്പണായിട്ട് വന്ന് പ്രസ്താവനയായിരിക്കും ഡിസ്റ്റൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് റൈറ്റ് വിങ്ങേഴ്സ് ഒരിക്കലും BJPയെ കേരളത്തിൽ സപ്പോർട്ട് ചെയ്യാത്തത്. ഇതിപ്പോൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ മിനിമം ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ കുറച്ച് കാലഘട്ടത്തേക്കെങ്കിലും വന്നിട്ടുണ്ടാവും. ഇത് അതുപോലുമില്ല. തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയുക, അദ്ദേഹത്തിന് സപ്പോർട്ടില്ലാതാക്കുക എന്നുള്ള കാര്യമെല്ലാം ചെയ്യുന്നത് RSS എത്രത്തോളം മോഡിൻ്റെ എന്താ പറയുക കാൽ നക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനൊരു സൂചനയാണ് ഇത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ BJPന് കുറേ കാലത്തേക്ക് ഒരിക്കലും വരാൻ ഈ കോലത്തിലാണ് പോകുന്നതെങ്കിൽ ഈ ജമ്മത്ത് BJP ഒരിക്കലും കേരളത്തിൽ പൂവണിയാൻ പോകുന്നില്ല. ഈ മൂന്ന് ഇനിയും താഴെ പോകാനേ സാധ്യതകളുള്ളൂ. പ്രത്യേകിച്ച് TG പോലുള്ള ആളെ നിങ്ങളിങ്ങനെ തള്ളി പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് എത്രയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. റൈറ്റ് വിങ്ങേഴ്സ് എത്ര പേര് ഇതിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഈ കാര്യം റൈറ്റ് വിങ്ങേഴ്സിന് അല്ലെങ്കിൽ BJPക്കും
അതേപോലെ തന്നെ RSSനും കേരളത്തിൽ ഒരു എന്താ പറയുക അടിയെ തന്നെ മാറുമെന്നുള്ളതിനാണ് എൻ്റെ വിശ്വാസം. സോ ഐ സപ്പോർട്ട് ടി ജി പറഞ്ഞാൽ തെറ്റൊന്നുമില്ല എന്നുള്ളതിനാണ് എൻ്റെ വിശ്വാസം. അതേപോലെ RSSും BJPയും ഇക്കാര്യത്തിൽ ചെയ്തത് തെണ്ടിത്തരമാണ്. ടി ജി സപ്പോർട്ട് ചെയ്യാതെ അദ്ദേഹത്തിൽ നിന്നും ഡിസ്റ്റൻഡ് ചെയ്തത് ഇവരുടെ തെണ്ടിത്തരമാണ്. തീർച്ചയായിട്ടും BJPക്കും RSSനും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ. ഇനി അടുത്തത് വന്നിട്ട് ടി ജി ഇതിൽ നിന്ന് പുറത്തു വരും. ടി ജി ഇതിൽ നിന്നും തീർച്ചയായിട്ടും പുറത്തു വരും. അദ്ദേഹത്തിനെ തളയ്ക്കാനൊന്നും പറ്റില്ല എന്നുള്ളതിനാണ് എൻ്റെ വിശ്വാസം. കാരണം ഇങ്ങനെയുള്ള പ്രസ്താവനകൾ യൂട്യൂബിൽ നടത്തുന്നതുകൊണ്ട് തന്നെ ഒരാൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ അത് കോർട്ടിൽ നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിൽക്കില്ല. കാരണം അദ്ദേഹം ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ഒരു പോസിബിൾ ഹൈപ്പോത്തസിസ് ആണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അദ്ദേഹത്തിനെതിരെ കേസ് നിലനിൽക്കില്ല. ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുകയാണെങ്കിൽ ആ സംഭവിക്കുന്ന സമയത്ത് ഞാനായിരുന്നു ഹോം മിനിസ്റ്റർ എങ്കിൽ ഞാനിതായിരിക്കും ഹാൻഡിൽ ചെയ്തിരിക്കുക എന്ന് എൻ്റെ അഭിപ്രായം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കലാപാഹ്വാനം നിലനിൽക്കില്ല. അത് കേസെടുക്കുന്ന പോലീസിന് നന്നായിട്ട് അറിയാം. പിന്നെ ടി ജി ഒരു നിയമ വിദഗ്ധൻ കൂടിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹം ജഡ്ജിമാർ പറയുന്ന ജഡ്ജ്മെൻറ്റിനെ പോലും ചോദ്യം ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് തീർച്ചയായിട്ടും നിലനിൽക്കുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. മേ ബി കുറച്ച് കാലത്തേക്ക് അദ്ദേഹത്തെ എന്താ പറയുക ഷട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനാണ് എൻ്റെ വിശ്വാസം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യത്തിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം. ഞാൻ ജിംകുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്ത്യൻ പ്രിന്റ് മലയാളം.